Hello everyone, welcome to my YouTube channel. Today we will be dealing with res judicata. എന്താണ് res judicata? അതിൻ്റെ കണ്ടീഷൻസ്, എക്സ്പ്ലനേഷൻസ് ആൻഡ് മാക്സിംസ് ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡോക്ട്രിൻ ഓഫ് res judicata ഒരു ലാറ്റിൻ ടേമാണ്. ഇന്ത്യൻ ലീഗൽ സിസ്റ്റം കോമൺ ലോയിൽ നിന്നാണ് res judicata അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. സിംപ്ലി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എ മാറ്റർ ഈസ് ഓൾറെഡി ജഡ്ജ്ഡ്. ഒരു കോമ്പിറ്റൻറ്റ് കോർട്ട് ഓൾറെഡി ഒരു മാറ്റർ ജഡ്ജ് ചെയ്തിട്ടുണ്ടാവും. CPCയിൽ സെക്ഷൻ 11 ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു സ്പെസിഫിക് മാറ്ററിൽ ഒരു ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞു. ദെൻ വീണ്ടും ആ ഒരു മാറ്റർ റീഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതിൽ 5 സാഹചര്യങ്ങളാണ് പറയുന്നത്. മാറ്റർ സെയിം ആയിരിക്കണം, പാർട്ടീസ് സെയിം ആയിരിക്കണം, അതുപോലെ ടൈറ്റിൽ ആൻഡ് ഹേർഡ് ബൈ കോമ്പിറ്റൻറ്റ് കോർട്ട്, അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ടുണ്ടാകുന്ന ഒരു കോമ്പിറ്റൻറ്റ് കോർട്ട് കൂടി ആയിരിക്കണം. ഓക്കെ, ഈ 5 സാഹചര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ്. എന്ന് വെച്ചാൽ ഫോർമൽ സ്യൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫോർമൽ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് ജഡ്ജ്മെൻറ്റ് വന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതാണ് ഫോർമൽ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ടു അപ്പീലിനെ ഇതൊരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാക്സിംസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ ഒരു കാരണം കൊണ്ട് ശിക്ഷിച്ചു. ആ ഒരു സെയിം മാറ്റർ വെച്ചിട്ട് വീണ്ടും ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. സിംപ്ലി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ പാർട്ടിയാണ്. ഓക്കെ, സെയിം മാറ്റർ വെച്ചിട്ട് അയാളെ 2 തവണ ശിക്ഷിക്കാൻ വേണ്ടി പാടില്ല. ഉദാഹരണമായിട്ട് ഒരു മാല മോഷ്ടിച്ചു, ഒരു മാല മോഷ്ടിച്ചു, അതിന് അയാളെ കോടതി പണിഷ് ചെയ്തു. അയാളെ വീണ്ടും കോടതിക്ക് പണിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. രണ്ടാമത്തെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ട്. മൂന്നാമത്തെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് വന്നു, അത് ട്രൂ ആണ്, അത് അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് res judicataയെ കുറിച്ചാണ്. മെയിനായിട്ട് നമ്മൾ പറഞ്ഞു res judicata എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഫോർമൽ സ്യൂട്ടിലും അല്ലെങ്കിൽ കറൻറ്റ് സ്യൂട്ടിലും സെയിം ടൈറ്റിലും അതുപോലെ തന്നെ സെയിം പാർട്ടീസും സെയിം മാറ്ററും ഒരു കോമ്പിറ്റൻറ്റ് കോർട്ട് ഹേർഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് വന്നത് കൂടിയായിരിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.